നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിനിലേക്ക്. നാളെ 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി ബുള്ളറ്റിൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങിയ UPI ആപ്പുകൾ ഉപയോഗിക്കുന്നവർക്ക് ആശ്വാസകരമായ വാർത്തയുമായിട്ട് കേന്ദ്ര സർക്കാർ. വ്യക്തികൾ തമ്മിൽ നടത്തുന്ന പണമിടപാടുകൾ നിലവിലുള്ളതുപോലെ തന്നെ പൂർണ്ണമായും സൗജന്യമായി തന്നെ തുടരുമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതായത് നിങ്ങൾ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ പണം അയക്കുമ്പോൾ യാതൊരുവിധ അധിക ഫീസും നൽകേണ്ടി വരില്ല. അതേസമയം കടകളിലും മറ്റും നടത്തുന്ന വലിയ തുകയുടെ വ്യാപാരി ഇടപാടുകൾക്കൊക്കെ, മർച്ചൻ്റ് ട്രാൻസാക്ഷൻസിനൊക്കെ തന്നെ ഭാവിയിൽ ചെറിയൊരു നിരക്ക്, അതായത് MDR ഏർപ്പെടുത്തിയേക്കുമെന്ന സൂചനയും സർക്കാർ ഇപ്പോൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ നിരക്ക് ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിക്കുമ്പോൾ ഈടാക്കുന്ന ഫീസിനേക്കാൾ വളരെ കുറവായിരിക്കുമെന്നും ഒരു നിശ്ചിത പരിധിക്ക് മുകളിലുള്ള വലിയ ഇടപാടുകൾക്ക് മാത്രമേ ബാധകമാകൂവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ സാധാരണക്കാർ നടത്തുന്ന ദൈനംദിന UPI പണമിടപാടുകളെ ഇത് ബാധിക്കില്ല. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വൈദ്യുതി ബിൽ കുടിശ്ശിക തീർക്കാനായിട്ട് ഉപഭോക്താക്കൾക്കായി വമ്പൻ ഇളവുകളുമായി KSEB. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഇനി വളരെ എളുപ്പത്തിൽ അടച്ചു തീർക്കാം. ഒക്ടോബർ 31 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ ആനുകൂല്യം ലഭ്യമാകുന്നത്. ഈ പദ്ധതി പ്രകാരം 10 വർഷത്തിലധികം പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ നിലവിലുള്ള 18% പലിശ 8% കുറയും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശികകൾക്ക് 7%, 2 മുതൽ 5 വർഷം വരെയുള്ളവയ്ക്ക് 6% പലിശയും നൽകിയാൽ മതിയാകും. കൂടാതെ ഈ പലിശ തുക അത് 6 മാസത്തിൽ തുല്യഗഡുക്കളായിട്ട് അടയ്ക്കാനും അവസരമുണ്ട്. കുടിശ്ശികയായിട്ടുള്ള അസൽ തുകയും കുറച്ച പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായിട്ട് അടയ്ക്കുന്നവർക്ക് അസൽ തുകയിൽ 5% അധിക ഇളവ് ലഭിക്കുന്നതാണ്. റവന്യൂ റിക്കവറി നേരിടുന്നതോ കോടതി കേസുകളിലൊക്കെ ഉള്ളതോ ആയിട്ടുള്ള കുടിശ്ശികകളും കേബിൾ TV ഉടമകളുടെയൊക്കെ തന്നെ പോസ്റ്റ് വാടക കുടിശ്ശികയും നിബന്ധനകൾക്ക് വിധേയമായി തന്നെ ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാവുന്നതാണ്. ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതത് സെക്ഷൻ ഓഫീസുകളിലും, ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ കാര്യാലയത്തിലുമാണ് ഇതിനായിട്ട് ബന്ധപ്പെടേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മുൻ സർക്കാർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട 2 പദ്ധതികളായിരുന്നു സ്ത്രീ സുരക്ഷ, വീട്ടമ്മ പെൻഷൻ, അതുപോലെ തന്നെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് എന്നിവ. എന്നാൽ ഈ പദ്ധതികളിൽ ഒരെണ്ണം മാത്രമായിരിക്കും ഇപ്പോഴത്തെ പുതിയ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം സാമ്പത്തിക ധനസഹായം നൽകുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി തുടരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഇതിനായിട്ടുള്ള ധനസഹായ വിതരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം മുൻഗണനാ റേഷൻ കാർഡുള്ള 35-നും 60-നും ഇടയിൽ പ്രായമുള്ള ഏകദേശം 18 ലക്ഷത്തോളം സ്ത്രീകൾക്കായിട്ട് വിഭാവനം ചെയ്ത സ്ത്രീ സുരക്ഷ വീട്ടമ്മ പെൻഷൻ പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഇതുവരെ അനുകൂല തീരുമാനങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. മുൻപ് 2 ഗഡുക്കൾ വിതരണം ചെയ്തിരുന്ന ഈ പദ്ധതിയുടെ ഓണക്കാലത്തെ കുടിശ്ശിക തുകകൾ അത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. കൂടാതെ മുൻപ് സേവന പോർട്ടൽ വഴി അപേക്ഷയുടെ സ്റ്റാറ്റസ് പരിശോധിക്കാനുള്ള സൗകര്യം ഇപ്പോൾ നീക്കം ചെയ്തതും ഈ പദ്ധതി പൂർണ്ണമായി നിർത്തലാക്കപ്പെടുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. അതിനാൽ തന്നെ ഈ ആനുകൂല്യം ഇനിയും പ്രതീക്ഷിക്കേണ്ടതില്ല. നിലവിൽ സ്ത്രീ സുരക്ഷാ ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന പ്രധാന ആനുകൂല്യം അത് ഇന്ദിരാ ഗ്യാരണ്ടി സ്കീമിൽ ഉൾപ്പെടുത്തിയ KSRTC ഓർഡിനറി ബസ്സുകളിലെ സൗജന്യ യാത്ര മാത്രമാണ്. ഇനി മറ്റു പുതിയ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, കേരള സർക്കാരിൻ്റെയും സപ്ലൈകോയുടെയും ഈ വർഷത്തെ വിശേഷപ്പെട്ട ഓണം വിപണി ആനുകൂല്യങ്ങളും പ്രത്യേക വിപണി ഇടപെടലുകളുമൊക്കെ തന്നെ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പൊതുവിപണിയിലെ വലിയ വിലക്കയറ്റത്തിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് വൻ ആശ്വാസമേകുന്ന രീതിയിലാണ് ഇത്തവണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 8 മുതൽ ഉത്രാട ദിനമായിട്ടുള്ള ഓഗസ്റ്റ് 25 വരെ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളും, മെട്രോ ഫെയറുകളും, ജില്ലാ താലൂക്ക് തല ഓണച്ചന്തകളും സജീവമായിട്ട് പ്രവർത്തിക്കും. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഒരുപോലെ പ്രാപ്യമാകുന്ന ഈ വിപണികളിലൂടെ 13 ഇനം പ്രധാന നിത്യോപയോഗ സാധനങ്ങൾ വൻ വിലക്കുറവിലാണ് ലഭ്യമാകുന്നത്. പൊതുവിപണിയിലാകട്ടെ 40 മുതൽ 50 രൂപ വരെ വിലയുള്ള ജയ, മട്ട, പച്ചരി എന്നിവയൊക്കെ തന്നെ സപ്ലൈകോ വഴി വെറും 25 രൂപ നിരക്കിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. കൂടാതെ വെളിച്ചെണ്ണ, ചെറുപയർ, ഉഴുന്ന്, കടല, വറ്റൽമുളക്, മല്ലി തുടങ്ങിയ അത്യാവശ്യ സാധനങ്ങൾക്കെല്ലാം 30 മുതൽ 50% വരെ സബ്സിഡി ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് പുറമെ പ്രമുഖ ബ്രാൻഡുകളുടെയൊക്കെ തന്നെ മസാലപ്പൊടികൾ, പായസ മിക്സുകൾ, മറ്റ് പ്രോസസ്ഡ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് 10 മുതൽ 30% വരെ അധിക വിലക്കിഴിവും സപ്ലൈകോ ഒരുക്കിയിട്ടുണ്ട്. റേഷൻ കടകൾ വഴിയുള്ള വിതരണത്തിലും ഇത്തവണ പ്രധാനപ്പെട്ട ആനുകൂല്യങ്ങളുണ്ട്. AY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായിട്ട് 16 ഇനങ്ങൾ അടങ്ങിയ സൗജന്യ ഓണക്കിറ്റുകൾ ഓഗസ്റ്റ് 10 മുതൽ വിതരണം ആരംഭിക്കും. നീല റേഷൻ കാർഡ് ഉടമകൾക്ക് അവരുടെ സാധാരണ വിഹിതത്തിന് പുറമെയായിട്ട് കുറഞ്ഞ നിരക്കിൽ 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും ഈ മാസം അധികമായിട്ട് ലഭിക്കുന്നതാണ്.
സപ്ലൈകോ കേന്ദ്രങ്ങളിൽ നിന്നോ റേഷൻ കടകളിൽ നിന്നോ ഈ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ പോകുന്നവർ റേഷൻ കാർഡോ നിങ്ങളുടെ കാർഡ് നമ്പറോ നിർബന്ധമായിട്ടും കൈവശം കരുതേണ്ടതാണ്. അവസാന നാളുകളിലെ വലിയ തിരക്ക് ഒഴിവാക്കാൻ ഓഗസ്റ്റ് 10-നും 20-നും ഇടയിലുള്ള തീയതികളിൽ തന്നെ എല്ലാവരും ഈ ഒരു പർച്ചേസ് പൂർത്തിയാക്കുന്നതിന് സൗകര്യപ്രദമായി തന്നെ തിരഞ്ഞെടുക്കേണ്ടതാണ്. അതേസമയം ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പ്രചരിക്കുന്നുണ്ട്. എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും സൗജന്യ ഓണക്കിറ്റ് ലഭിക്കും എന്ന രീതിയിലൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വ്യാജ വാർത്തകളിൽ ആരും വഞ്ചിക്കപ്പെടരുതെന്നും സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കണമെന്നും ഭക്ഷ്യവകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കൃത്യമായ വിവരങ്ങൾ മനസ്സിലാക്കി പർച്ചേസ് കൃത്യസമയത്ത് പൂർത്തിയാക്കി സന്തോഷത്തോടുകൂടി ഓണം ആഘോഷിക്കാൻ എല്ലാ പ്രേക്ഷകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ സർക്കാർ വലിയൊരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. 62 ലക്ഷത്തോളം വരുന്ന പെൻഷൻകാരിൽ വലിയൊരു വിഭാഗത്തെ ബാധിക്കുന്നതാണ് ഈ പുതിയ തീരുമാനം. ഇതുവരെ സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ തുക വീടുകളിൽ എത്തിച്ചു നൽകിയിരുന്ന ആ രീതി പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. ഇനി മുതൽ വാണിജ്യ ബാങ്കുകളിലെ ആധാറുമായിട്ട് ബന്ധിപ്പിച്ച അക്കൗണ്ടുകളിലേക്ക് DBT വഴി മാത്രമേ പെൻഷൻ തുക നേരിട്ട് നൽകുകയുള്ളൂ. പെൻഷൻ വിതരണം അത് കൂടുതൽ സുതാര്യമാക്കുന്നതിനും സർക്കാർ ഫണ്ട് അനുവദിക്കുന്ന അതേ ദിവസം തന്നെ പണം അത് ജനങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിക്കാനുമാണ് ഈ ഒരു പരിഷ്കാരം. പണം ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതോടെ ആളുകൾക്ക് ബാങ്കിൽ പോയി ക്യൂ നിൽക്കാതെ തന്നെ UPI അടക്കമുള്ള അത്യാധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ വഴിയൊക്കെ തന്നെ ഈ പണം എളുപ്പത്തിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. എന്നാൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകളുടെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് അവർക്ക് മാത്രം പണം പഴയതുപോലെ തന്നെ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയായിരിക്കും പിന്തുടരുക. ഇതുവരെ വീടുകളിൽ പണം വാങ്ങിയിരുന്ന ഏകദേശം 25 ലക്ഷത്തോളം ആളുകൾ ഇനി പുതുതായിട്ട് ബാങ്ക് അക്കൗണ്ടുകൾ എടുക്കേണ്ടി വരും എന്നതാണ് നിലവിലെ ഏറ്റവും വലിയ പ്രായോഗിക ബുദ്ധിമുട്ട്. വരുന്ന ഓണാഘോഷം പ്രമാണിച്ച് അടുത്ത മാസത്തെ തുക അത് മുൻകൂറായിട്ട് ഉൾപ്പെടുത്തി ഒരുപക്ഷെ 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകാൻ സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഇതിന് അനുമതി ലഭിച്ചാൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കും വിവിധ ക്ഷേമനിധി ബോർഡ് അംഗങ്ങൾക്കും വലിയൊരു ആശ്വാസമായിരിക്കും ഈ ഓണക്കാലത്ത്. ഓഗസ്റ്റ് 15 വിതരണം തുടങ്ങാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇത്രയും പേർ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളൊക്കെ തന്നെ സമർപ്പിക്കേണ്ടത് വലിയൊരു വെല്ലുവിളിയാണ്. കൂടാതെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതോടൊപ്പം തന്നെ പ്രവാസി ക്ഷേമനിധി ബോർഡുകളിലെ കുടിശ്ശികകൾ തീർക്കണമെന്ന ആവശ്യമൊക്കെ തന്നെ ഇപ്പോൾ സർക്കാർ അനുകൂലമായിട്ട് പരിഗണിക്കുന്നുണ്ട്. പെൻഷൻ തുക മുടങ്ങാതിരിക്കാൻ എല്ലാ ഗുണഭോക്താക്കളും നിർബന്ധമായിട്ടും മസ്റ്ററിങ്ങും അതോടൊപ്പം തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും അടിയന്തരമായി തന്നെ പൂർത്തിയാക്കണമെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ ദിവസങ്ങളായിട്ടുള്ള ചാഞ്ചാട്ടങ്ങൾക്ക് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വീണ്ടും കുതിപ്പ് തുടരുകയാണ്. ഇന്ന് 2026 ഓഗസ്റ്റ് 8 ശനിയാഴ്ച പവന് 800 രൂപ വർദ്ധിച്ചതോടെ വില 1,11,720 രൂപയായിരിക്കുകയാണ്. ഗ്രാമിന് 10 രൂപ ഉയർന്ന് 13,965 രൂപയിലാണ് വ്യാപാരം പുരോഗമിച്ചത്. ഡെയിലി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്തകൾ ഷെയർ ചെയ്യുക. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും മറക്കാതെ ഫോളോ ചെയ്യുക.